ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ് മാത്സിൽ പാർട്ട് 2 ആണ് കേട്ടോ. എല്ലാവർക്കും പുതിയ ബുക്സൊക്കെ കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ അതിലെ 1ാമത്തെ യൂണിറ്റാണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? എല്ലാവരും പുസ്തകം ഒന്ന് നോക്കിക്കേ. ഫോറസ്റ്റ് ഫെസ്റ്റ്. യൂണിറ്റ് 6 ഫോറസ്റ്റ് ഫെസ്റ്റ്. ഫോറസ്റ്റിലെ ഫെസ്റ്റിവൽ, കാട്ടിലെ ഉത്സവം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത്? എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാൻ മറക്കല്ലേ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ കുറച്ച് ലൈക്കൊക്കെ തന്നതിനെ സന്തോഷിപ്പിച്ചു. അതേപോലെ തന്നെ കൂടുതൽ ലൈക്ക് തരണേ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് പോകാം. ഫോറസ്റ്റ് ഫെസ്റ്റ്, കാട്ടിലെ ഉത്സവം. ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവലിൻ്റെ ഒരു ചുരുക്കം. ഓക്കെ, നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, സർക്കസ്, വെൽ ഓഫ് ഡെത്ത്, അക്രോബാറ്റിക്സ്, ബസേഴ്സ്, ഡാൻസ്, മ്യൂസിക്, മെനി കണ്ടക്ട്സ്. കം, വാച്ച്, എൻജോയ്. എന്തൊക്കെയാ പറയുന്നത്? ഹലോ ഫ്രണ്ട്സ്, സർക്കസ്, വെൽ ഓഫ് ഡെത്ത് മരണക്കിണർ, അക്രോബാറ്റിക്സ് അഭ്യാസങ്ങൾ, പിന്നെ ബാസേഴ്സ് ഉണ്ട് ചന്തകൾ, ഡാൻസ്, മ്യൂസിക്, മെനി കണ്ടക്ട്സ് പലതരം കോണ്ടക്ട്സ്. എന്തൊക്കെയാണ്? പലതരം കോണ്ടക്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കാണുക, എൻജോയ് ചെയ്യുക. ഉണ്ടല്ലേ? അനൗൺസ് ചെയ്യുന്നത് കണ്ടോ? ബെയർ നിന്ന് അനൗൺസ് ചെയ്യാണ് അല്ലേ? നോക്കാം. ആക്ടിവിറ്റി, ഒരു പീകോക്കിനെ കണ്ടില്ലേ? പീകോക്കിൻ്റെ ഡാൻസ് ആണ് ഇവിടെ. ഡാൻസ് ഓഫ് മയിലാശാൻ, മയിലാശാൻ്റെ ഡാൻസ്. ടുഡേ ദർ ഇസ് എ ഡാൻസ് ബൈ മയിലാശാൻ. സീ ഹിസ് പിക്ചർ, ലെറ്റ് us കളർ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഇന്ന് മയിലാശാൻ്റെ ഡാൻസ് ഉണ്ട്. അവൻ്റെ പിക്ചർ നോക്കൂ. ആ പിക്ചറിനെ നമുക്കൊന്ന് കളർ ചെയ്ത് മനോഹരമാക്കാം. ഓക്കെ, ഫൈൻഡ് ദ ആൻസർ ടു ദ പ്രോബ്ലം ഇൻ ഈച്ച് ബോക്സ് ബിലോ. കാരണം ഈ കളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ഇവിടെ ഉണ്ട്. അതെന്ത് വേണം? നിങ്ങൾ ഈ ബോക്സിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യണം. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? 15 - 12, 12 - 10, ഇങ്ങനെയുള്ള ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യണം. എന്നിട്ട് ആൻസേഴ്സ് കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ ഗിവ് കളർ ഓഫ് ദ ബോക്സസ് ടു റെസ്പെക്റ്റീവ് ആൻസർ. ആൻസർ ഇതിലുണ്ട്. ഈ ആൻസറിന് നമ്മൾ എങ്ങനത്തെ കളർ കൊടുക്കണം? ഇപ്പോൾ ഫസ്റ്റിൽ 15 - 12, ഇതൊരു കളർ ഏതാണ്? ബ്ലാക്ക് ആണോ? അല്ല, ഇതൊരു ബ്രൗൺ ആണ് അല്ലേ? ഈ കളറാണ് ഇതിൻ്റെ ആൻസറിന് കൊടുക്കേണ്ടത്. അതേപോലെ 12 - 10 എന്ന ആൻസറിന് ഈ റെഡ് കൊടുക്കണം. 19 - 10 വൈറ്റ്. ഇതുപോലെ നമുക്ക് ഓരോന്നിനും ആൻസേഴ്സിന് കളർ ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിൽ? മൈനസ് ആണ് ഒക്കെ തന്നിരിക്കുന്നത് അല്ലേ? മൈനസ് എങ്ങനെയാണ്? സബ്ട്രാക്ഷൻ. എന്താണ് സബ്ട്രാക്ഷൻ? സബ്ട്രാക്ഷൻ എന്താണ്? സബ്ട്രാക്ഷൻ മീൻസ് ഫൈൻഡിങ് ഔട്ട് ഹൗ മച്ച് ബിഗ്ഗർ one number is than another. How much bigger, എത്ര കൂടുതലാണ് ഒരു നമ്പർ മറ്റേതിനേക്കാൾ. മനസ്സിലായോ? ഇപ്പോൾ 12നേക്കാൾ എത്ര കൂടുതലാണ് 15. How much bigger one number is than another. or how much is left, അല്ലെങ്കിൽ എത്ര ബാക്കിയുണ്ട്. ഇങ്ങനെ രണ്ടിനും നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുക. എത്ര വലുതാണ്, ഡിഫറൻസ് എത്രയാണ്, അല്ലെങ്കിൽ ബാലൻസ് എത്രയാണ്, ഹൗ മച്ച് ഈസ് ലെഫ്റ്റ്, ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ടു ഫൈൻഡ് 15 - 12 എന്താ നമ്മൾ ചെയ്യേണ്ടത്? കൗണ്ട് ഫോർവേഡ് ഫ്രം 12 ടു സീ ഹൗ മെനി നമ്പേഴ്സ് യു നീഡ് ടു റീച്ച് 15. 15 എത്താൻ വേണ്ടി 12 നിന്ന് എത്ര കൗണ്ട് ചെയ്യണം? 12 കഴിഞ്ഞാൽ
എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക? 13, 14, 15. How many numbers? How many? 3. 3 numbers. That is, the answer is 3. നമ്മൾ നോക്കേണ്ടത് എന്താണ്? How much bigger than 12? 15. How much bigger than 12? Okay? The number 15, how much bigger than 12? അപ്പം കൗണ്ട് ചെയ്ത് നോക്കണം. ഇവിടെ 12 ഉണ്ട്. 12 ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 13, 14, 15. നോക്കൂ, 3 numbers ആണ്. അതായത് the answer is 3. അപ്പം നമ്മളിവിടെ 3 എവിടെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ 3 ഉണ്ട് കേട്ടോ, ഒരു 3 അല്ല. അപ്പോൾ എല്ലാ 3ക്കും നമ്മൾ ഏത് നിറം കൊടുക്കണം? ഈ നിറത്തിൻ്റെ പേരെന്താണ്? ഈ കളർ, ദിസ് ഈസ് പർപ്പിൾ. ഈ പർപ്പിൾ കളറാണ് 3 എന്ന ആൻസറിന് എല്ലായിടത്തും നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്പർ 12. 12 minus 10. 12 minus 10. How much bigger than 10 എന്നാണ് നോക്കേണ്ടത്. 10നേക്കാൾ എത്ര വലുതാണ് 12? അപ്പോൾ 10 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനടുത്തത് 11, 12. നമ്മൾ കൗണ്ട് ചെയ്തത് എത്ര നമ്പറാണ്? 1, 2. The answer is 2. അപ്പോൾ 2 വരുന്നതിനെല്ലാം നമ്മൾ റെഡ് കളർ കൊടുക്കണം. റെഡാണ് ഇതിന് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്പർ 19 minus 10. അപ്പോൾ നമുക്ക് 10 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് നോക്കാം. 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15, 16, 17, 18, 19. How many numbers counted? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 numbers നമ്മൾ കണ്ടു. 9 ഇവിടെ എഴുതി കൊടുക്കുക. 9. ഇതിന് നമ്മൾ കളർ വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ കളർ ചെയ്യാതെ വിട്ടാൽ മതി. വൈറ്റ് വരുന്ന ഭാഗത്ത് കളർ ചെയ്യണ്ട. നെക്സ്റ്റ് 10 minus 5. 10 minus 5. 5 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്ത് നോക്കുക. 5 ഇവിടെ ഉണ്ട് കേട്ടോ. 5 കൗണ്ട് ചെയ്യരുത്. 6, 7, 8, 9, 10. How many numbers? 1, 2, 3, 4, 5. 5. How much bigger than 5 is 10 എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? നെക്സ്റ്റ് 20 minus 10. 20 minus 10. അപ്പോൾ 10 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യാം. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. How many numbers? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 20 minus 10 equals 10. The answer is 10. അതും വൈറ്റ് ആണ്. അപ്പോൾ അവിടെയും 10 എന്ന ആൻസർ കിട്ടുന്നിടത്തൊന്നും നമ്മൾ കളർ ചെയ്യണ്ട. അതുപോലെ 9 എന്ന ആൻസർ കിട്ടുന്നിടത്തും കളർ ചെയ്യണ്ട. ഇതും. ഇൻ നെക്സ്റ്റ് 3 minus 2. 3 minus 2. 3 minus 2ൽ നമ്മൾ 2ൽ നിന്ന് എത്ര ബിഗ്ഗറാണ്? 2 കഴിഞ്ഞിട്ട് ആദ്യത്തെ തന്നെ നമുക്ക് 3 കിട്ടി. അപ്പോൾ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ 3 minus 2 equals 1. ഇതിന് നമ്മൾ കൊടുക്കേണ്ടത് 1 എന്നുള്ള എല്ലാ കോളത്തിനും യെല്ലോ കളർ ചെയ്യണം. ഇനി നെക്സ്റ്റ് 19 minus 11. 19 minus 11 equals 19 minus 11 equals 19 കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 11 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്യണം. 11 കഴിഞ്ഞാൽ 12, 13,
14, 15, 16, 17, 18, 19. 19 അവിടെ എഴുതണം. അപ്പം നോക്കാം. How many numbers? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 19 മൈനസ് 11 ഈക്വൽസ് 8. ഇതിന് ഏത് കളറാണ്? വൈറ്റ് ആണ്. അപ്പോൾ അവിടെ കളർ ചെയ്യണ്ട. നെക്സ്റ്റ് 19 മൈനസ് 12. 19 മൈനസ് 12. 12 കഴിഞ്ഞാൽ 13, 14, 15, 16, 17, 18, 19. How many numbers? 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 19 മൈനസ് 12 ഈക്വൽസ് 7. അപ്പോൾ 7 കിട്ടുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയും കളർ ഇല്ല, നോ കളർ അല്ലേ? അപ്പം അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, കളർ കൊടുക്കണ്ട. അടുത്തത് 12 മൈനസ് 1 ഈക്വൽസ്. 12 മൈനസ് 1 എന്താണ്? എത്രയാണ് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? 1 കഴിഞ്ഞാൽ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. How many numbers? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. The answer is 11. ഈ 11ന് നമുക്കിവിടെ തന്നിട്ടുള്ളത് വയലറ്റ് കളറാണ്. അപ്പോൾ അതിന് വയലറ്റ് കളർ കൊടുക്കാം. നെക്സ്റ്റ് എത്രയാണ്? 8 മൈനസ് 2. 8 മൈനസ് 2. 8 മൈനസ് 2 എത്രയാണെന്ന് അറിയാൻ 2 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യുക. 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6. The answer is 6. 6. ഈ 8 മൈനസ് 2 ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്. അത് ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ്. ഇത് നോക്കാം, 2 ഗ്രീനുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ലൈറ്റ് ഗ്രീൻ ആണിത്, ഇത് ഡാർക്ക് ഗ്രീൻ ആണ്. നെക്സ്റ്റ് 8 മൈനസ് 4 ഈക്വൽസ്. 8 മൈനസ് 4 എത്രയെന്ന് കാണാൻ 4 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യാം. 5, 6, 7, 8. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഹൗ മെനി? 1, 2, 3, 4. 8 മൈനസ് 4 ഈക്വൽസ് 4. അതിന് നമ്മൾ ഇവിടെ 4 വരുന്നതിനൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കണം. നെക്സ്റ്റ് 15 മൈനസ് 3. 15 മൈനസ് 3 എത്രയെന്ന് കാണാൻ വേണ്ടി 3 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യുക. 3 കഴിഞ്ഞാൽ 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് നമ്പർ കൗണ്ട് ചെയ്തത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 നമ്പേഴ്സ്. അപ്പോൾ 12 കിട്ടുന്നതിനും കളറൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ നിങ്ങളുടെ പിക്ചർ നോക്കാം. പിക്ചർ നോക്കുമ്പോൾ ഇവിടെ ഒരു നമ്പർ അല്ല ഉള്ളൂ, ഒരേ നമ്പർ കുറേ തവണ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ 3 ആണ്. 3. ഇപ്പം ഇവിടെ നോക്കാം. 3 എവിടെയാ? ഇതാ 3, 3, 3. ഈ 3 ഭാഗത്തും ഇത് ഇത്രയും നമ്മൾ കൊടുക്കേണ്ടത് പർപ്പിളാണ്. 12 മൈനസ് 10 2 ആണ്. 2 എവിടെയൊക്കെ ഉണ്ട് നോക്കൂ. 2 എവിടെ? 2 എവിടെ പോയി? 2 കാണുന്നില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാ ഈ 2 2 ആണുള്ളത്. ഇവിടെ റെഡാണ് കൊടുക്കേണ്ടത്. ഇനി 19 മൈനസ് 10. 19 മൈനസ് 10 9 ആണ്. 9 ഇവിടെ ഉണ്ടോ നോക്കാം. 9 9 കാണുന്നുണ്ട്. ഇതാ ഒരു 9. പിന്നെ എവിടെയെങ്കിലും 9 ഉണ്ടോ?
ഇതൊക്കെ 6 ആണ് അല്ലേ? ഇതെല്ലാം 6 ആണ്, ഇതെല്ലാം 6 ആണ്. അപ്പോൾ 9 ഇവിടെ ഒന്നുണ്ട്. ഇനി എവിടെ ഉള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങളതിനെ കളർ ചെയ്യണ്ട. അടുത്തത് 10 - 5, 5 ആണ് ആൻസർ. 5 എവിടെയൊക്കെ ഉണ്ട് നോക്കാം. ഇതാ ഒരു 5 കാണുന്നുണ്ട് ഇവിടെ. പിന്നെ എവിടെയെങ്കിലും 5 കാണുന്നുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ ഗ്രീൻ ആണ് കൊടുക്കേണ്ടത്. ഇനി 20 - 10, 10നൊന്നും കളർ ചെയ്യണ്ട. അവിടെയൊക്കെ 10 കാണുന്നുണ്ട്, കളർ ചെയ്യണ്ട. 3 - 2, 1 ആണ്. 1ന് യെല്ലോ ആണ് കൊടുക്കേണ്ടത്. ഇതാണ് 1, കണ്ടോ ഈ കൊക്ക്, ഇതിന് നമ്മൾ യെല്ലോ കൊടുക്കണം. നെക്സ്റ്റ് 19 - 11, 8 ആണ്. 19 - 12, 7 ആണ്. അപ്പോൾ 7ഉം 8ഉം ഇവിടെ കുറേ കാണുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ 7 ഉണ്ട്, 8 ഉണ്ട്. ഇതിനൊന്നും കളർ ചെയ്യണ്ട. 12 - 1, 11. 11 കളർ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് ഒരു മിസ്റ്റേക്ക്? ഇവിടെ 8നും 7നുമാണ് കളർ ചെയ്യണ്ട. 8ഉം 7ഉം കളർ ചെയ്യണ്ട. ഇനി 12 - 1, 11 ആണ്. 11 ഇതാ ഇവിടെ കുറേ 11 ഉണ്ട്. 11 ഒക്കെ കൊടുക്കേണ്ടത് ബ്ലൂ ആണ്. 11 കണ്ടില്ലേ? 8 - 2, 6 ആണ്. 6 ഇവിടെ നിറയെ ഉണ്ട് അല്ലേ? 6നെല്ലാം നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുക. ഇവിടെ 8 - 4, 8 - 4, 4 ആണ്. ഇവിടെ ഒരു 4 കാണാനുണ്ട്. വേറെ എവിടെയെങ്കിലും 4 ഉണ്ടോ? ഇതേ ഉള്ളൂ. ഈ 4ന് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലാക്ക്. 15 - 3, 2. 15 - 3, 12. 12 നോക്കൂ, ഇതാ ഇവിടെ 12 ഉണ്ട് ഇവിടെയൊക്കെ. ഇതൊന്നും കളർ ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കളർ ചെയ്ത് വരയ്ക്കേണ്ടത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളെ സബ്ട്രാക്ഷൻ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.